ആഗോളതലത്തിൽ നിലവാരമിടിഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ NHRC ഫോം ചെയ്തത്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. മനുഷ്യാവകാശത്തിന്റെ കാവലാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ ഓരോ പൗരനും സ്വാതന്ത്ര്യത്തോടെയും സമത്വത്തോടെയും സ്വാഭിമാനത്തോടെയും ജീവിക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. എന്നാൽ എത്രത്തോളം കാര്യക്ഷമമായാണ് ഇന്ന് NHRC പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ മനസ്സിലാവും. ഇത് നമുക്ക് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 120ഓളം രാജ്യങ്ങൾ അംഗമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്ലോബൽ അലയൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊരു UN അംഗീകൃത സംഘടനയാണ്. ഇന്ത്യയും ഇതിന്റെ ഒരു ഭാഗമാണ്. അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് GANHRI അക്രഡിറ്റേഷൻസ് നൽകാറുണ്ട്. A അക്രഡിറ്റേഷനും B അക്രഡിറ്റേഷനുമാണ് നൽകാറുള്ളത്. അക്രഡിറ്റേഷൻ ഉള്ള രാജ്യങ്ങൾക്ക് UN കൗൺസിലിലും മറ്റ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഫോറങ്ങളിലും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്ത 1993 മുതൽ A അക്രഡിറ്റേഷൻ തുടർച്ചയായി നിലനിർത്തി വന്നിരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയുടെ അക്രഡിറ്റേഷൻ താൽക്കാലികമായി മാറ്റിവെക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഹലോ, വെൽക്കം ടു പൊളിറ്റിക്കൽ ആനിമൽ. ഗ്ലോബൽ അലയൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങൾക്കാണ് അവർ അംഗത്വം കൊടുക്കുന്നതും അക്രഡിറ്റേഷൻ കൊടുക്കുന്നതും. നേരത്തെ പറഞ്ഞ A അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അവരുടെ മാനദണ്ഡങ്ങളായ പാരീസ് പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആയി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ്. പാർഷ്യലി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് B അക്രഡിറ്റേഷനും കൊടുക്കാറുണ്ട്. ഇന്ത്യ 1993 മുതൽ A അക്രഡിറ്റേഷൻ നേടിവരുന്ന ഒരു രാജ്യമായിരുന്നു. ഓരോ 5 വർഷവും ഈ അക്രഡിറ്റേഷൻസ് റിന്യൂ ചെയ്യേണ്ടതുണ്ട്. SCA എന്നൊരു കമ്മിറ്റിയാണ് ഇത് പിയർ റിവ്യൂയിങ് വഴി റിന്യൂ ചെയ്യുന്നത്. 2017 ഒരു 6 മാസത്തോളം ഇന്ത്യക്ക് അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ സജഷൻസ് ചെയ്തു കൊള്ളാമെന്ന ഉറപ്പിന്മേലാണ് നമുക്ക് അക്രഡിറ്റേഷൻ റിന്യൂ ചെയ്തു തന്നത്. 2023 നമ്മുടെ അക്രഡിറ്റേഷൻ വീണ്ടും പാരീസ് പ്രിൻസിപ്പിൾസ് കറക്റ്റായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കുറെ കാരണങ്ങൾ കാണിച്ച് അക്രഡിറ്റേഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. 2024 ഇതുവരെയും അക്രഡിറ്റേഷൻ റിന്യൂ ചെയ്ത് കിട്ടിയിട്ടില്ല. തുടർച്ചയായ 2ാം വർഷമാണ് ഇന്ത്യക്ക് ഇത് സംഭവിക്കുന്നത്. അവർ ഈ ഫോളോ ചെയ്യാൻ പറയുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് GANHRI അംഗമായി തുടരേണ്ട ഒരു രാജ്യത്തിന് ഉണ്ടാവേണ്ട പ്രധാനമായ ക്രൈറ്റീരിയാസ്? ഒരു 6 ക്രൈറ്റീരിയാസ് ആണ് പ്രധാനമായി അവർ പറയുന്നത്. ആദ്യത്തേത് മാൻഡേറ്റ് ആൻഡ് കോമ്പിറ്റൻസ്, അതായത് ഒരു രാജ്യത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് അതിൻ്റെതായ അധികാര പരിധിയും കാര്യക്ഷമതയും ഉണ്ടാകണം. 2ാമത്തെ കണ്ടീഷൻ സ്വയം ഭരണാധികാരം അല്ലെങ്കിൽ ഓട്ടോണമി. വേറെ ഒരു ഗവൺമെന്റ് പ്രഷറോ ഒന്നും ഉണ്ടാകാതെ സ്വന്തമായിട്ട് അന്വേഷിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവർക്ക് സാധിക്കണം. ഭരണഘടന അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായ ഒരു അധികാര പരിധി വേണം. 4ാമത്തത് ബഹുസ്വരത, പ്ലൂറലിസം. അതായത് ഒരു ഡെമോക്രസിയിൽ പല അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പല തട്ടിലുള്ള ആളുകൾ ഉണ്ടാവും, പല റിലീജിയനിലുള്ള ആളുകൾ ഉണ്ടാവും, പല മൈനോറിറ്റീസും മെജോറിറ്റീസും ഉണ്ടാവും. അവരെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ആ കമ്മീഷനിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അഡിക്വേറ്റ് റിസോഴ്സസും അഡിക്വേറ്റ് പവർ ഓഫ് ഇൻവെസ്റ്റിഗേഷനും. അതായത് അവർക്ക് സ്വന്തമായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്താനും മറ്റുമുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം. മാൻ പവർ ആയിരുന്നാലും ലീഗലി ആണെങ്കിലും അവർക്ക് അതിന് കഴിയണം. ഇത്രയുമാണ് 6 പ്രധാന ക്രൈറ്റീരിയൻ GANHRI മുന്നോട്ട് വച്ചിരിക്കുന്ന പാരീസ് പ്രിൻസിപ്പിൾസിന്. 2023 നമ്മുടെ അക്രഡിറ്റേഷൻ മാറ്റിവെച്ച സമയത്ത്, താൽക്കാലികമായി മാറ്റിവെച്ച സമയത്ത് SCA സബ് കമ്മിറ്റി ഓഫ് അക്രഡിറ്റേഷൻ ഒരു റിപ്പോർട്ട് തന്നിരുന്നു. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് നോക്കാം. അവർ പറയുന്ന 1ാമത്തെ റീസൺ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ അപ്പോയിന്റ്മെന്റ്സ് എന്നാണ്. അതായത് അവിടെ നടക്കുന്ന നിയമനങ്ങളിൽ ഒരു സുതാര്യത ഇല്ല എന്ന്. 2ാമത്തേത് ലാക്ക് ഓഫ് ജെൻഡർ റെപ്രസെന്റേഷൻ, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് മൈനോറിറ്റി റെപ്രസെന്റേഷൻ. അതായത് ലിംഗസമത്വം ഇല്ലാത്ത അപ്പോയിന്റ്മെന്റ്സ് കൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കാതെയാണ് അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതെന്ന്. NHRCയുടെ ഘടന
എന്ന് പറയുന്നത് ഒരു ചെയർമാനും 4 മെമ്പേഴ്സും 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉൾപ്പെടുന്നതാണ്. ഇതിൽ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുണ്ടായിരുന്നു 2019 വരെ. ഇപ്പോ അത് ഏത് റിട്ടയർഡ് ജഡ്ജിന് വേണമെങ്കിലും ചെയർമാൻ ആകാമെന്നുണ്ട്. ഇനി 4 മെമ്പേഴ്സിൽ ഒരാൾ കറന്റ്ലി സേവനത്തിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്, രണ്ടാമത്തെ ആൾ കറന്റ്ലി സേവനത്തിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ്, അല്ല ബാക്കി 2 പേരെന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വളരെ നോളജ് ഉള്ള 2 ആൾക്കാരായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ 4 മെമ്പേഴ്സിലുള്ളത്. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. ഇങ്ങനെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന നിയമനങ്ങൾ, അതായത് പല വിവാദപരമായ കേസുകളും നയിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക, അത് മനുഷ്യാവകാശ സംരക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി. പിന്നെ റീസെന്റ് ചെയർമാൻ ആയ മിസ്റ്റർ അരുൺ മിശ്ര ഒരുപാട് കേസുകളിൽ വളരെ പാർഷ്യൽ എന്ന് തോന്നിക്കാവുന്ന അല്ലെങ്കിൽ വിവാദപരമായ ജഡ്ജ്മെന്റ്സ് നടത്തിയ ഒരാളായിരുന്നു. പിന്നെ NHRCയുടെ പ്രവർത്തനങ്ങൾ ഓട്ടോണമസ് ആയിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗവൺമെന്റിന്റെയോ മറ്റ് പ്രസ്ഥാനങ്ങളുടെയോ ഇടപെടൽ ഇല്ലാതെ ആയിരിക്കണം, സ്വതന്ത്രമായിട്ടായിരിക്കണം NHRC പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ സംസാരിച്ചു. പക്ഷേ SCA പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഒരു പ്രധാന ആരോപണം എന്നത് NHRCയുടെ പ്രവർത്തനത്തിനെ ഭരണപക്ഷം വളരെയധികം സ്വാധീനിക്കുന്നു എന്നാണ്. അതിനൊരു കാരണം കൂടെയുണ്ട്. NHRCയുടെ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു 6 അംഗ കമ്മിറ്റിയാണ്. പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഈ 6 അംഗ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ടാകും. ലോക്സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഉണ്ടാവും, ഹോം മിനിസ്റ്ററും ഉണ്ടാവും. ഇവരെല്ലാം കൂടെയാണ് NHRCയുടെ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും NHRC ഗവൺമെന്റിന്റെ സ്വാധീനത്തിലാകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു വാർത്ത അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കുറഞ്ഞൊരു വാർത്തയായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഇത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതല്ലേ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് എങ്ങനെയായിരുന്നല്ലേ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, രാജ്യത്തെ ഓരോ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു പ്രസ്ഥാനം, മനുഷ്യാവകാശത്തിന്റെ കാവലാൾ എന്ന് വിളിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, അതിന് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനം മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്നത്? NHRCയുടെ ലോഗോ മാത്രമാണോ നിറം മാറുന്നത്, അതോ പതിയെ പതിയെ ആ പ്രസ്ഥാനവും നിറം മാറുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ വളരെ വേഗം തിരിച്ചറിയണം. കാരണം ഓരോ ഉത്തരവാദിത്തപ്പെട്ട പൗരന്റെയും കടമയാണ് മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.